ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് ടാരോയിലൂടെ എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്ത് ഗൈഡൻസ് ആണെന്ന്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി ഇതിൽ കാണും എന്നുള്ളതാണ്. റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ്സും കൂടിയാണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ഇത് വാലിഡ് ആയിരിക്കുക. ഓക്കെ, അപ്പോൾ കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസിൽ വരുന്ന കാർഡുകൾ. ബി പോസിറ്റീവ്, കാർഡുകൾ നോക്കാം. ടു ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, 10 of wands, King of Pentacles, Wheel of Fortune, Knight of Wands. സൺ കാർഡാണ് ബോട്ടം. കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 2 of swords, Ace of swords, 10 of wands, King of Pentacles, Wheel of Fortune, Knight of Wands. സൺ ആണ് ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 of swords എന്താണെന്ന് നോക്കാം. അപ്പോൾ 2 of swords എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് പേർക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പ്രയാസമുള്ള വ്യക്തികൾക്ക് ഇന്ന് ചിലപ്പോൾ അതിന് ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും കണ്ണും കെട്ടി ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നു, നിങ്ങൾ അതിനെ തിരിച്ചറിയുന്നു, നിങ്ങൾ അതിൽ നിന്നും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന, അതായത് എന്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവായി നടക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കും. എന്തെങ്കിലും ഒരു മുട്ടാപ്പൊക്കെ പറയുന്നുണ്ടാവും. എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ അയ്യോ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമോ, അതായത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ആയിരിക്കും. കാരണം നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വരുന്ന എല്ലാ കാര്യത്തിനെയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറാവാത്ത വ്യക്തികളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് അത് നോക്കാൻ കൂടി തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ തന്നെ നിങ്ങൾ കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്നും നിങ്ങൾ മാറുന്നു, നിങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി എന്ന് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ലോക്കിനെ നിങ്ങൾ അഴിക്കുകയാണ്. ആ അഴിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണിൻ്റെ കെട്ട് നിങ്ങൾ അഴിക്കുന്നു. പലതിനെയും കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ 2 of swords എനർജി പറയുന്നത്. അത് തന്നെയാണ് അടുത്തത് പറയുന്നത്. Ace of swords ആണ്. അതായത് നിങ്ങളിലേക്ക് ആ ഒരു അവസരത്തെ നിങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നുണ്ട്, ഒരു മെന്റൽ ക്ലാരിറ്റി വരുന്നു, ഒരു ഇതുവരെ ഉണ്ടായാൽ നിന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ഒരു തുടക്കമാണ് വരുന്നത് എന്നുള്ളത് കൂടിയാണ്. പുതിയ ഐഡിയ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതുവരെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്തതായിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള ഒരു ചാൻസിൽ നിന്നും നിങ്ങൾ അവിടുന്ന് നിങ്ങൾ ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നും മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് പറയുന്നത് ഇവിടെ. ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി ചിലർക്കൊക്കെ ഒരു
സർജറി വേണ്ടുന്നതായിട്ടുള്ള ഒരു കേസിൽ നിന്നും നിങ്ങളതിൽ നിന്ന് മാറി അത് വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി പറയുന്നത്. നിങ്ങളുടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തത നിങ്ങളിലേക്ക് വരുന്നതാണ്. അത് നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് 10 ഓഫ് വാൺസ് ആണ്. 10 ഓഫ് വാൺസിന്റെ എനർജിയുടെ പറയുന്നത് വെച്ചാൽ, അതായത് നിങ്ങൾ ഓവർ ബേർഡൻഡ് ആയിരിക്കും. ഒരുപാട് ജോലികൾ നിങ്ങളുടെ ഷോൾഡറിൽ ഏറ്റിയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ആ ഒരു ബേർഡൻ എന്നതെല്ലാം മാറ്റിയിട്ട് ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. നിങ്ങളൊരു സക്സസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കിട്ടുന്നു. ഒരു സൈക്കിളിന്റെ എൻഡിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് അത് എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കംപ്ലീഷൻ ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജി. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾക്ക് വല്ലാതെ ഭാരം തോന്നിയിരുന്ന ഒരു കാര്യം ചിലപ്പോൾ ആ ഒരു ഹെവിനെസ് നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹെവിനെസ് ഒക്കെ തോന്നിയിട്ടുണ്ടാവും. ഷോൾഡറിൽ, തലയിൽ ഒരു വല്ലാത്ത പെയിനും, നടുവിൻ്റെ ഭാഗങ്ങളിലൊക്കെ വല്ലാത്ത പെയിനും ഒരു ഹെവിനെസ് ഒക്കെ തോന്നിയിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, എല്ലാത്തൊന്നും ഒരു തലവിങ്ങൽ പോലൊരു അവസ്ഥയൊക്കെ തോന്നിയതിൽ നിന്നും നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇന്ന് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ തന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ, എല്ലാം എൻ്റെ തലയിലാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നു എന്നുള്ള തരത്തിലൊരു എനർജിയാണ് ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയാൻ വേണ്ടി തോന്നുന്നത്. അതാണ് 10 ഓഫ് വാൺസ് എന്നുള്ളത് പറയുന്നത്. അടുത്തത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇവിടെ പലർക്കും പണം വരുന്നു എന്ന് തന്നെയാണ് കിങ് ഓഫ് പെൻഡക്കിൾസിന്, പണത്തിന്റെ രാജാവ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ്. പലർക്കും പണം വരുന്ന എനർജിയാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ ഈ ഒരു പെൻഡക്കിൾസിന്റെ കൂടെ വന്നിട്ടുള്ളത്, കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ. അതുപോലെ തന്നെ സൺ ഗാർഡ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് നിങ്ങളുടെ ആ ഒരു കർമ്മ റിലീസാവുന്നു. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ ഭാഗ്യചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് എത്തുന്നു. ഈ ഒരു പെൻഡക്കിളിന്റെ രാജാവ് നിങ്ങളുടെ ആ ഒരു ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പണം വരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു മെന്റൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു. നിങ്ങളിലേക്ക് സമ്പത്ത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലർക്കൊക്കെ നല്ലൊരു ബിസിനസ്, അവർ ആഗ്രഹിച്ച തരത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇതും അത് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തോടും വളരെയധികം സഹകരണത്തോടും കൂടി പ്രവർത്തിച്ച് അവരെയും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി കൂടിയാണ്. അതുപോലെ തന്നെ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യവും പ്ലാൻ ചെയ്യാനും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് പറ്റുന്നൊരു എനർജി കൂടിയാണ്. അതുപോലെ അബണ്ടൻസ് വരുന്നു, പ്രോസ്പെറിറ്റി, ഐശ്വര്യം എല്ലാം നിങ്ങളിലേക്ക് നല്ല രീതിയിൽ വരുന്നൊരു എനർജിയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ടേക്ക് നയിക്കാനും പറ്റുന്നൊരു എനർജിയാണ് ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഇവിടെ പറയുന്നത്. അപ്പോൾ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ കോടികൾ എന്നുള്ള ഇതല്ല, നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിനുള്ള ആ ഒരു റിസൾട്ട്, ഒരു അബണ്ടന്റ്, ആ ഒരു പണത്തിന്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് വരുന്നു, സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ചെയ്ത ഒരു ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ ചിട്ടി ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ള അതിന്റെ ആ ഒരു മൂല്യത്തിന് കണക്കായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് ഏതാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും
ഷെയർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വെൽത്ത് വരുന്നതായിട്ടും, ചിലർക്ക് ഒരു ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതായിട്ടൊരു എനർജി, നറുക്കെടുപ്പിൽ വിജയം ലഭിക്കുന്നതായിട്ടുള്ളൊരു എനർജി, ഇത് രണ്ടും കൂടി ചേരുമ്പോഴുള്ള ആ ഒരു എനർജിയാണ് പറയുന്നത്. കാരണം പണമാണ് കൂടുതൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ചില ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. നറുക്കെടുപ്പിൽ വിജയം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളതാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, അതും ഇതും രണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മയ്ക്കനുസരിച്ചിട്ടുള്ള നല്ല കാര്യം നിങ്ങളിലേക്ക് വരുന്നു. ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കറങ്ങുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് പലരിലേക്കും. അതുപോലെ തന്നെ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ ചിലർക്കൊക്കെ ഇതിന്റെ ഓപ്പോസിറ്റും വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഒരു കോൺഫ്ലിക്റ്റിനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കർമ്മയാണ് ചെയ്തത് എന്ന് നോക്കുക. ആ ഒരു കർമ്മയ്ക്കനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കാനുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. യൂണിവേഴ്സ് കറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് തരണം എന്നുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, നല്ല അഫർമേഷൻസ് പറയുക, മെഡിറ്റേഷൻ ചെയ്യുക, പിന്നെ ചാരിറ്റി ചെയ്യുക. നിങ്ങൾക്ക് പണം, ഇപ്പം ഇവിടെ പണം എന്ന് പറയുന്നുണ്ട്. ഈ പണം നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് നോക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു 100 രൂപ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ, നിങ്ങൾ എഴുതുന്നുണ്ടോ, നിങ്ങളുടെ വരവ് എത്ര, നിങ്ങളുടെ ചിലവ് എത്ര, അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അത് എഴുതി വെക്കുന്നുണ്ടോ, അതിൽ നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ സമ്പാദ്യത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ടോ, അതുപോലെ അതിൽ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ അതിൽ 1% അല്ലെങ്കിൽ ഒരു 10% നിങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ടോ. ഇതൊക്കെ നല്ല കർമാസാണ്. ചാരിറ്റിക്ക് കൊടുക്കുക, ഓക്കെ, അത് അർഹിക്കുന്നവർക്കായിരിക്കണം. അത് നിങ്ങൾ കൊടുക്കുക, വേണ്ടതായിട്ടുള്ള രീതിയിൽ അത് ചെലവഴിക്കുക. അത് ചെലവാക്കുമ്പോൾ എങ്ങനെയാണത് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗുഡ് കർമ്മയ്ക്കുള്ള ഒരു ഫലം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അതിപ്പോൾ 100 രൂപയാൽ പോലും അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ പണമൊക്കെ ചെലവഴിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് പണം ഇരട്ടിപ്പിക്കാൻ ഏതിലെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാഡ് കർമ്മ, ബാഡ് കർമ്മയും ഒരു സ്റ്റക്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഏതിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി പണത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വന്ന പണത്തിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള നിങ്ങൾ തന്നെയാണ് എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പണം വരുന്ന സമയത്ത് അതിൽ അഹങ്കരിക്കാതെ ആ വന്ന പണത്തിന് എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പണം ഒരു രൂപയായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അതൊരു എനർജിയാണ്. അതിനെ ലോക്ക് ചെയ്തുകൊണ്ട് വിടാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു രൂപ കൊടുക്കുമ്പോൾ വിഷമിച്ച് കൊടുക്കാതെ സന്തോഷത്തോടെ കൊടുക്കുക. ഈ ഒരു സമയം ഈ 1 രൂപ അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളത് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ ഐ ലവ് മണി, ഐ റെസ്പെക്ട് മണി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. കയ്യിലേക്ക് വരുമ്പോഴും കയ്യിൽ നിന്ന് പോകുമ്പോഴും ഐ ലവ് മണി, ഐ റെസ്പെക്ട് മണി. നീ എന്നിൽ നിന്നും പോയിട്ട് 10 ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ 100 ഇരട്ടിയായിട്ട് ഒരു 10,000 ഇരട്ടിയായിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് ആ അത്ര ഇരട്ടിയായിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ 1 രൂപ പോലും കൊടുക്കാൻ. അത് സന്തോഷത്തോടു കൂടി കൊടുക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ അവിടെ ഒരു ബാഡ് കർമ്മ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് നല്ല റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു റിലേഷൻഷിപ്പ് മാറാൻ വേണ്ടാത്തതായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് മാറുന്നൊരു സമയം കൂടിയാണ്. വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് റിമൂവായി പോകുന്നു എന്നുള്ളൊരു ഇതും കൂടിയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പുതിയൊരു അവസരം അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു, അതായത് നിങ്ങളുടെ ചിലവുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ എല്ലാ കാര്യത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സ് എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അടുത്തത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്കൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്.
അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പാഷനറ്റ് ആയിട്ടും എനർജറ്റിക്കുമായിരിക്കും. അതുപോലെ തന്നെ എന്ത് കാര്യവും സാഹസികമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഉത്സാഹം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പേടിയോ ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ പാഷൻ എന്താണോ അതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ആർഗ്യുമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ എനർജി കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ എടുത്തു ചാടി ചില വഴക്കിനൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഫയർ എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചധികം ദേഷ്യം കൂടുതലായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അതപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ വീണ്ടും ഒരു കർമ്മയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും വഴക്കിനൊന്നും പോകണ്ട. വഴക്കുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക, മാറി നടക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആ ഒരു വഴക്കിന് നിൽക്കണ്ട. അവിടെ നിന്ന് ഒന്നുകിൽ നിങ്ങൾ സ്വയം മാറിയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും മറ്റൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെയധികം പാഷനേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്യാൻ വളരെയധികം ഉത്സാഹമായിരിക്കും. നിങ്ങളിലേക്കൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു എനർജിയാണ്. എല്ലാ കാര്യവും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ നിങ്ങൾ കുറേ നാളായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ വളരെയധികം ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി പറയുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഒരു ട്രാവലാണ് ഇവിടെ കാണുന്നത്. ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളിലേക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഒരു വരവും കൂടിയാണ്. ഇത്രയും നാൾ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിന് ഒരു ക്ലാരിറ്റി വന്നുകൊണ്ട് നിങ്ങളിലേക്ക് ആ ഒരു ക്ലാരിറ്റി തരാനുള്ള ഒരു വരവാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ യാത്ര പോകുന്നൊരു എനർജി കൂടിയാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ യാത്ര പോകുന്ന തരത്തിലുള്ള ഒരു എനർജി. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുകയും നിങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒത്തുകൂടൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ ഒരു സ്വപ്നം കാണുന്ന തരത്തിലുള്ളൊരു എനർജി, സ്വപ്നം കണ്ടിരിക്കാം, പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സ്വപ്നം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരു എനർജി കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരെ കാണാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ വളരെയധികം അഡ്മയർ ചെയ്തിട്ട് ഒരു കാര്യത്തെ, നിങ്ങളുടെ പാഷനെ നോക്കുന്ന തരത്തിലൊരു എനർജി. പക്ഷേ നിങ്ങൾ അതിൽ സമയമായിട്ടില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. അത് വരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടി കേട്ടോ. അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട്. അതായത് നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് നൈറ്റ് ഓഫ് വാണ്ട്. അടുത്തത് ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത് സൺ ഗാർഡ് ആണ്. അപ്പോൾ സൺ ഗാർഡ് പറയുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയൊരു എനർജി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക്, എല്ലാം ഒരു ഹീലിംഗ് ആയിട്ടുള്ള, ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ എല്ലാത്തിലും ഒരു ഫൺ എലമെന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു സന്തോഷം, എൻജോയ്മെന്റ്, ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ഹീൽഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു. അല്ലെങ്കിൽ ഇന്ന് വളരെ പോസിറ്റീവായിട്ട് അതിനെ പുതിയൊരു എനർജിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ആഘോഷങ്ങളാണ്, സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള ഇത്. അതുപോലെ തന്നെ ചിലർക്ക് സക്സസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് ഇന്നൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാനും അതിനെ സമീപിക്കാനും, ഒരു കുട്ടിയെ പോലെ നിങ്ങൾക്ക് എല്ലാ എൻജോയ്മെന്റിൽ പങ്കെടുക്കാനുമുള്ള ഒരു എനർജി. ചിലർക്കൊക്കെ ഒരു കുട്ടി ജനിച്ചതായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാനും, കുട്ടി ജനിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലരുടെയൊക്കെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ്. സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ വരുന്നു എന്നുള്ളത് കൂടിയാണ്. എല്ലാത്തിലും നിങ്ങൾക്കൊരു പുതുമ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്, ഒരു എനർജി,
ഹൈ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്, ഹീൽഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് സൺ കാർഡിന്റെ എനർജി ഇവിടെ പറയുന്നത്. നിങ്ങൾ ചെറുപ്പകാലത്ത് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. നിങ്ങൾ മുമ്പ് ആ ഒരു ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്സാഹം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. സ്പിരിച്വൽ ഹീലിംഗ് അതിലൂടെ നടക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവും എന്നുള്ളതാണ്. നിങ്ങൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉറക്കി കിടത്തിയിരുന്ന പല കാര്യങ്ങളും ആ ഒരു ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള എനർജി കൂടിയാണ് സണ്ണിന്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കർമ്മ റിലീസിങ് കൂടിയാണ്. അതായത് സണ്ണും അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂണും വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കർമ്മ റിലീസ് ആവുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. അതായത് കഴിഞ്ഞൊരു ദിവസം ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സെക്ഷലി അല്ല, അല്ലാതെ തന്നെയായാലും ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു കുട്ടി എന്ന ഒരു കുട്ടിത്തത്തിനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുകൊണ്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒന്നും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരോടും പറയാനോ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റാരോടെങ്കിലും ഈ ഒരു കഴിഞ്ഞ ദിവസം നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടുതൽ അതിനെക്കുറിച്ചിട്ട് വാക്കിലൂടെ ആ ഒരു കർമ്മ റിലീസായി പോകുന്ന തരത്തിലുള്ള എനർജി. ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവാം. കരഞ്ഞ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഇമോഷണൽ ആ ഒരു രീതിയിൽ കണ്ണുനീരിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അതല്ല എങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ആ കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൂടുതൽ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ കിട്ടേണ്ടതായിട്ടില്ല ആ ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങളുടെ ചിലപ്പോൾ അബോർഷനൊക്കെ സംഭവിച്ചവരാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, ആ ഒരു നഷ്ടപ്പെട്ട കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ കുട്ടികൾക്ക് എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ വീണ്ടും അങ്ങനെ ഒരു കാലം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന തരത്തിലെ എനർജി. അതുപോലെ ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യുകയോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അത് ആലോചിച്ചിട്ട് കരയുകയോ അല്ലെങ്കിൽ അത് മറ്റൊരു വ്യക്തിയായിട്ട് പറഞ്ഞിട്ട് വാക്കുകളിലൂടെ ആ ഒരു കർമ്മ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുനീരിലൂടെ ആ ഒരു ഇമോഷൻ കെട്ടിവെച്ചിരിക്കുന്നതായിട്ടുള്ള ആ പല കാര്യങ്ങളും റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞൊരു ദിവസം സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ ആ ഒരു കർമ്മ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ് ആ ഒരു സമയത്ത് ചെയ്തത്. അത് നിങ്ങൾക്ക് എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിനാ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതി കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ചെയ്തതൊക്കെ നല്ലതായിരിക്കാം, പക്ഷെ അതിനാരും പരിഗണിച്ചിട്ടോ അതിനെക്കുറിച്ച് നല്ലത് കേൾക്കാനുള്ള കാര്യമോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒന്നിക്കൽ ഒരു ഗൈഡൻസിൽ എടുത്തിട്ട് അതിൽ പറയുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ പോലെ കരുതല്ലോ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിനെ പോലുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിലിടയ്ക്ക് ഷെയർ ചെയ്യുന്ന അങ്ങനെയുമായിരിക്കാം. നിങ്ങൾക്ക് നീതി കിട്ടാത്തതായിട്ടുള്ള അവസ്ഥ, നിങ്ങളൊന്നും ചെയ്യാതെ ഇരയാക്കെ ഒരു വിക്ടിമിനെ പോലെ നിൽക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ കർമ്മ റിലീസായി പോകുന്നു എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടുന്നതായിട്ടാണ് ഇവിടെ സൺ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് പറ്റിയിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഹീല് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഹീലിംഗ് നിങ്ങളിലേക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇന്നർ ചൈൽഡ് ഹീലാവുന്ന ഒരു കർമ്മ റിലീസായിട്ട് അങ്ങനെ ഒരു കാര്യം കൂടി സണ്ണും വീൽ ഓഫ് ഫോർച്യൂണും ഒരുമിച്ച് വന്നുകൊണ്ട് ആ ഒരു കാര്യങ്ങളും നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇമോഷണലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് കരഞ്ഞ് തീർക്കുന്ന ഒരു റിലീസിങ് അതും ഇവിടെ നടന്നിട്ടുണ്ടാവാം.
ചിലരുടെ കാര്യത്തിലാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിട്ടുള്ളൊരു എനർജി ഉണ്ട്. ഇപ്പോൾ നവരാത്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഭാരങ്ങളൊക്കെ അവിടെ ഇറക്കി വെക്കുന്ന തരത്തിലുള്ളൊരു എനർജി, അതിനുശേഷം നിങ്ങൾക്ക് വളരെയധികം ഹീൽഡ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജി, നിങ്ങൾ ചിലപ്പോൾ അവിടെയുള്ള ആഘോഷങ്ങളിലൊക്കെ കുട്ടികളുടെ കൂടെ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം പരിപാടികളിലൊക്കെ നിങ്ങൾ കൂടുന്നതോ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ള എനർജി, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലെ നിങ്ങൾ ഓടിച്ചാടി ഉത്സാഹത്തോടു കൂടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തരത്തിലുള്ള എനർജി, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ വളരെയധികം ഹാപ്പി ആവുന്നു, എന്നെ കൊണ്ട് ഇതിനൊക്കെ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു, അതായത് നിങ്ങൾ മറ്റൊന്നും കെയർ ചെയ്യാതെ നിങ്ങൾ ഒരു കുട്ടിയെ പോലെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അതായത് നിങ്ങൾ ആഘോഷങ്ങൾ, വാദ്യം, മേളം, പുഷ്പങ്ങൾ, ആ ഒരു പുഷ്പങ്ങളോടുകൂടിയുള്ള ഒരു എനർജി, അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പൂക്കളുടെ സുഗന്ധം, അതൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നതും ആ ഒരു സുഗന്ധമൊക്കെ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഫ്രഷായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഇന്നലെ വരെ നിങ്ങൾക്ക് അതിനൊരു വികാരവും തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അതിനെ പുതിയൊരു ഇതിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ള കൂടിയാണ്. ആ ഒരു ചിലപ്പോൾ ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഗന്ധത്തിലേക്കൂടിയും അരോമാ തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗന്ധത്തിലേക്കൂടിയും കൂടി ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്മെല്ലിലേക്കൂടിയും നിങ്ങൾക്കൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഇത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഇന്ന് ലൈറ്റുമായിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾ പങ്കെടുക്കുന്നു. അതായത് എന്താ പറയുക, വെളിച്ചം നിങ്ങളിലേക്ക് കൂടുതൽ ഒരു കണ്ണിന് കുളിർമ പകരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. കണ്ണിന് കൂടുതൽ കുളിർമ, നിങ്ങൾക്ക് വെളിച്ചം, ദീപാലങ്കാരങ്ങളായിരിക്കാം, ചിലപ്പോൾ ദീപാലങ്കാരങ്ങൾ കാണുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു ലൈറ്റിലും നിങ്ങൾക്ക് ഒരു ഹീലിംഗ് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നു എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ സണ്ണിൻ്റെ കാർഡ് നിങ്ങളിലേക്ക് പറയുന്നത് എന്നുള്ളതാണ്. ലൈറ്റ്, സ്മെല്ല്, പൂക്കള്, പ്രകൃതി, യൂണിവേഴ്സിലെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൺ കാർഡ് പറയുന്നത്. അപ്പോൾ ആ ഒരു റിലീസിങ് ഉണ്ടായതുകൊണ്ട് തന്നെ, ആ ഒരു കർമ്മ റിലീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നൊരു പുത്തൻ ഉണർവായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. എല്ലാം എന്തോ ഒരു ഭാരം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെയുള്ള ഒരു ഹീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എല്ലാത്തിലും ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു പുതിയൊരു എനർജി നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടി അതോടുകൂടി സന്തോഷിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയായിരിക്കാം നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നത്. ആ ഒരു ഇന്നർ ചൈൽഡ് ഹാപ്പിയായി എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും കുട്ടികൾ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ കുട്ടികളോട് പെരുമാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ട്രോമ പ്രശ്നങ്ങൾ പിന്നീട് അവർക്ക് ഇതേപോലുള്ള ബ്ലോക്കേജസ് സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കുട്ടികളോടൊക്കെ പെരുമാറുമ്പോഴും അവരോട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. ഇല്ലെങ്കിൽ അത് പിന്നീടായിരിക്കും അവരെ ബാധിക്കുന്നത്, അവരുടെ ലൈഫിനെ ബാധിക്കുന്നുള്ളതും കൂടി മനസ്സിലാക്കുക. വളരെയധികം നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നോക്കാം ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നതെന്ന്. ഒരുപാട് ലെങ്തി ആക്കുന്നില്ല വീഡിയോ. ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. യെസ്, നിങ്ങൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം യെസ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഏഞ്ചൽസിന്റെ ഗൈഡൻസ് യെസ് എന്നാണ്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള വഴി അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ള അതിൽ നിന്ന് പുതിയൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ നോക്കാനാണ് പറയുന്നത്. അത് പുതിയൊരു ഡയറക്ഷൻ തിരഞ്ഞെടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ പോകുന്നതിൽ നിന്നും ഒന്ന് പുതിയതായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സന്തോഷം തരുന്നില്ലെങ്കിൽ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ് നോക്കാം. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിന് ഒരു സൈനിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇന്നൊരു യൂണിവേഴ്സ് ഇന്നൊരു കാര്യം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിന് ഇന്നൊരു സൈൻ കാണിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യൂണിവേഴ്സ് ഒരു സൈൻ കാണിച്ചു തരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് ഗൈഡൻസ്. ഓക്കെ, അത് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും. ഇപ്പം എന്താണോ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് പറയുന്നത്. ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? എന്താണ് ലവ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ബിവെയർ ഓഫ് കോഡിപ്പെൻഡൻസി. എന്നിട്ട് മേലോട്ട് വെക്കാം. ബിവെയർ ഓഫ് കോഡിപ്പെൻഡൻസി. ഓക്കെ, അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് ആർ അഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. ഓക്കെ, ഈ ഒരു ഡിപ്പെൻഡൻസി നിങ്ങളുടെ മറ്റുള്ളവരെ ആ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള എനർജി അത് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്റ്റൻസ്. The separation you are experiencing is necessary to help the relationship grow. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസിലാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ് ഉള്ളതെങ്കിൽ അത് അത്യാവശ്യം തന്നെയാണ്. കാരണം ആ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് അതിൻ്റെ ഗ്രോത്ത് നിങ്ങളിലേക്ക് വരൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങളിലേക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാവാൻ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച, അതിന് കൂടുതൽ വളർച്ച ഉണ്ടാവാൻ, അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ബി ഒപ്റ്റിമിസ്റ്റിക്. കീപ് ഇൻ മൈൻഡ് ദാറ്റ് യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി, യു കാൻ അട്രാക്ട് ലവ് വിത്ത് എ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ലവ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാണ്ട് നെഗറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യവുമായിട്ട് നിൽക്കുന്ന ആ ഒരു ലവ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ഇരിക്കുക, അല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാനാണ് പറയുന്നത്. പേഷ്യൻസ്. സം തിങ്സ് സ്റ്റിൽ നീഡ് ടു ബി ഡെൽറ്റ് വിത്ത് ഫോർ ദിസ് കണക്ഷൻ ടു മാനിഫെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തോ കാര്യം അവിടെ നിന്ന് ഡെൽറ്റ് ആവേണ്ടതായിട്ടുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കണക്ഷനിൽ നിന്ന്. ഓക്കെ, അതിന് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് എങ്കിലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ലവ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതിലെ പോസിറ്റീവ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തട്ടെ. ഇവിടെ അബണ്ടൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസിഷൻ നിങ്ങളിലേക്ക് എടുക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ എല്ലാം ഇന്നൊരു ഹീൽഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എടുത്തുചാട്ടം ഒന്ന് ശ്രദ്ധിക്കുക, കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം, ആർഗ്യുമെൻ്റ് എല്ലാ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം ഇന്ന് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു നെഗറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റട്ടെ. ഏഞ്ചൽസ് തരുന്ന ബ്ലെസ്സിങ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സിനോട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. നിങ്ങളുടെ ലൈക്സിന്, കമൻസിന് നന്ദി, സബ്സ്ക്രൈബേഴ്സിന് നന്ദി, വ്യൂവേഴ്സിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളുമായിട്ട് കൂടുതൽ റെസനേറ്റ് ആവുന്നതും. പിന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് മാത്രം ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ തീരുമാനിക്കരുത്. ജനറൽ റീഡിംഗ് വേണ്ടിയിട്ട് ആരും തീരുമാനിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് പേരുടെ എനർജിയാണ്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഗൈഡൻസ് എടുക്കേണ്ട കാര്യത്തിന് ഗൈഡൻസ് എടുക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ഒരു എൻ്റെ തന്നെ എടുക്കണമെന്നില്ല, വേറെ ആരിൽ നിന്നാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം, റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബി പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.